മുംബൈയിൽ കനത്ത മഴ എന്നുള്ളതാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി. ട്രെയിൻ, ബസ് ഗതാഗതങ്ങൾ താറുമാറായി. ഇന്നും കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. കനത്ത മഴയാണല്ലോ മുംബൈയിൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിൽ ഉണ്ടായതിന് സമാനമാണോ, അതോ സ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? ഗുരുതരമാണോ പ്രശ്നങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. മുംബൈയിലെ കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണെന്ന് പറയാൻ സാധിക്കും. കാരണം പുലർച്ചെ 1 മണി തൊട്ട് രാവിലെ 7 മണി വരെ പെയ്ത 300 മില്ലിമീറ്റർ മഴയിലാണ് നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായത്. രാവിലെ 7:30 വരെ നല്ല പോലെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് മുംബൈയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വെള്ളം ഇറങ്ങി തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെയും വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം അതുപോലെ തന്നെയുണ്ട്. ആളുകളുടെ എല്ലാം ഒരു ഇടുപ്പിൻ്റെ അത്രയും, അല്ലെങ്കിൽ പ്രധാന ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരാളുടെ ഇടുപ്പിൻ്റെ അറ്റം വരെയും വെള്ളം ഇപ്പോഴും കിടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ബാധിച്ചിരിക്കുന്ന മേഖലകൾ എന്ന് പറയുന്നത് അന്തേരി, താനെ, വാസായി, ദാദർ, ഗഡ്കോപ്പർ, സിന്ധുദുർഗ് മേഖലകളാണ്. ഈ 1 മാസം മുൻപ് ഈ ഗഡ്കോപ്പറിലാണ് ശക്തമായിട്ടുള്ള കാറ്റിലൊരു ബിൽ ബോർഡ് ഇളകി വീണിട്ട് ഒരുപാട് പേര് മരിച്ചത്. സമാനമായിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റും അതുപോലെ തന്നെ മഴയും പ്രധാനമായിട്ടും മുംബൈയിലെ നഗരത്തിൻ്റെ പല ഭാഗങ്ങളെയും വെള്ളത്തിൻ്റെ അടിയിലാക്കിയിട്ടുണ്ട്. ഈ നഗരത്തിൽ മാത്രം, മുംബൈ നഗരത്തിൽ മാത്രം 2-3 മണിക്കൂറിനിടയിൽ ഏകദേശം 120 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. മുംബൈയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജീവനാടിയാണ് ഈ സബർബൻ ട്രെയിനുകൾ എന്ന് പറയുന്നത്. ഈ മഴ ശക്തമായതോടുകൂടി തന്നെ ട്രാക്കുകളിലേക്കെല്ലാം തന്നെ വെള്ളം കയറി. ഈ ലോക്കൽ ട്രെയിനുകൾ, സബർബൻ ട്രെയിനുകൾ ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളക്കെട്ടായിരുന്നു. പിന്നീട് അവിടുത്തെ ഹൈ പവർ പമ്പുകൾ ഉപയോഗിച്ച് ഈ ട്രാക്കുകളിൽ നിന്നും ഇപ്പോൾ വെള്ളം അടിച്ചു മാറ്റുന്ന ജോലിയിലാണ് ഇപ്പോൾ അധികൃതരുള്ളത്. അതിനുശേഷം മാത്രമേ ആ സബർബൻ ട്രെയിൻ ഗതാഗതം തുറന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മുംബൈയിൽ നിന്നും പൂനെയിലേക്കും നാഗ്പൂരിലേക്കും താനെ അടക്കമുള്ള പ്രധാന ഭാഗങ്ങളിലേക്ക് പോകുന്ന പല ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ മുതൽ ജോലിക്ക് പോകുന്ന ആളുകളുടെ അവസ്ഥയും നല്ലപോലെ പ്രശ്നത്തിലാക്കി വെച്ചിരിക്കുകയാണ് നിലവിൽ. എന്തായാലും മാത്രമല്ല, പല ബസ് സർവീസുകളും ഇപ്പോൾ മുംബൈയിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്ക് പോകുന്ന ബസ് സർവീസ് എല്ലാം തന്നെ വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ്. കാരണം നഗരത്തിലെ ഈ കിങ് റോഡ് ഉൾപ്പെടെയുള്ള പ്രധാന ഗതാഗത മാർഗ്ഗങ്ങളിലെല്ലാം തന്നെ നല്ലപോലെ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായിട്ടുണ്ട്. മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ആകെ ഒരു ആശ്വാസം. കുറച്ച് മണിക്കൂർ കൂടി മഴ വിട്ടു നിൽക്കുകയാണെങ്കിൽ വെള്ളം ഇറങ്ങി തുടങ്ങും. പക്ഷേ ഇന്നും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ NDRFിൻ്റെയും SDRFിൻ്റെയും സംഘങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുണ്ട്. പ്രത്യേകിച്ചും ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലെ അടിയിലായിട്ടുണ്ട്. അവിടെ നിന്നും ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുക, ഒപ്പം തന്നെ ഈ വെള്ളത്തിനിടയിൽ കുടുങ്ങിപ്പോകുന്നവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യമാണ് ഈ പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രീകരിച്ച് NDRFും SDRFും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ.